ഇപ്പോൾ ഇതാ ചെളിയിൽ പൂണ്ട് നിൽക്കുന്നയാളുടെ അടുത്തേക്ക് ഇപ്പോൾ രക്ഷാദൗത്യം എത്തിയിരിക്കുന്നു. ഏറെ പ്രധാനപ്പെട്ട കാര്യം, ഒരു ജീവൻ നമുക്ക് തിരിച്ചുപിടിക്കാൻ സാധിക്കുന്നു. നന്ദി ശ്രീ രാഘവൻ. അദ്ദേഹം ഈ പഞ്ചായത്തിലെ ഒരു അംഗമാണ്. ശ്രീ രാഘവനാണ് റിപ്പോർട്ടറെ വിളിച്ച് ചെളിയിൽ ഒരാൾ പുതഞ്ഞു നിൽക്കുന്ന കാഴ്ച കണ്ടു നിൽക്കാൻ വയ്യാത്ത സാഹചര്യമാണ് എന്ന് പറഞ്ഞത്. നമുക്ക് ആ ദൃശ്യം ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ചെളിയിൽ പൂണ്ട് നിൽക്കുന്നയാളെ ഇപ്പോൾ രക്ഷാദൗത്യ സംഘം രക്ഷിച്ചെടുക്കാൻ പോവുകയാണ്. ഒരു ഉപകരണവും ഇല്ലാതെയാണ് അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കാൻ കഴിയാതെ നിസ്സഹമായി നിൽക്കുകയായിരുന്നു ആ പഞ്ചായത്തിലംഗം രാഘവൻ. അദ്ദേഹം അയച്ചു തന്ന വിഷ്വലും അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളുമാണ് ആ മനുഷ്യനെ ഇപ്പോൾ രക്ഷിച്ചെടുക്കാൻ പോകുന്നത്. ദൗത്യസംഘം ആ മനുഷ്യൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നുവെന്ന ആശ്വാസ വാർത്തയുണ്ട്. ഒരു മനുഷ്യജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുന്നുവെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ആ ദൗത്യസംഘം ആ മനുഷ്യൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ഏറെ മണിക്കൂറുകളായി 6 മണിക്കൂറുകളായി ചെളിയിൽ പൂണ്ട് നിൽക്കുന്ന മനുഷ്യനെ രക്ഷിച്ചെടുക്കാൻ ദൗത്യസംഘം മുണ്ടക്കയിലെ ചെളിയിൽ കുടുങ്ങിയയാളെ രക്ഷിക്കാനുള്ള ശ്രമമാണ്. അത് ഫലം കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ പുതഞ്ഞു കിടക്കുന്ന ചെളിയിലേക്ക് ഇറങ്ങുക ദുസ്സഹമാണ്. പക്ഷേ ആ മനുഷ്യനെ നമുക്ക് രക്ഷിച്ചെടുത്തേ മതിയാകൂ. രാഘവൻ നമുക്കൊപ്പം ഉണ്ടാവും. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹമാണ് ഈ മനുഷ്യൻ്റെ വാർത്ത പുറം ലോകത്തെ എത്തിച്ചത്. നമ്മൾ റിപ്പോർട്ടിലൂടെ വാർത്ത നൽകി, സ്പോട്ട് കൃത്യമായി നൽകി. രക്ഷാദൗത്യത്തിന് അവിടേക്ക് എത്തിച്ചേരാൻ സാധിച്ചു. ആ മനുഷ്യനെ രക്ഷിച്ചെടുക്കാൻ പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകർക്ക് നൽകാം. നമ്മുടെ പ്രതിനിധി ദീപക് അവിടെയുണ്ട്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഈ മലവെള്ളപ്പാച്ചിലിൻ്റെ ഒഴുക്ക്, ഉരുൾപൊട്ടലിൻ്റെ ഒഴുക്ക് എത്രമാത്രമുണ്ടെന്നറിയാം. ഉള്ള പാതകളെല്ലാം വിട്ട്, സ്ഥിരം ഒഴുക്ക് പാതകൾ വിട്ട് സ്കൂൾ മൈതാനങ്ങളിലൂടെ, വീടുകളുടെ സ്വീകരണ മുറികളിലൂടെ, കിടപ്പ് മുറികളിലൂടെയൊക്കെ കുതിച്ചു പായുകയായിരുന്നു ഈ മലവെള്ളപ്പാച്ചിൽ. അതിൽ നഷ്ടപ്പെട്ട ജീവനുകളുടെ എണ്ണം ഏറ്റവും ഒടുവിൽ 43. നമ്മളിപ്പോൾ ഒരു ജീവൻ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. അത് മുണ്ടക്കൈ സ്കൂളിന് സമീപത്തുള്ള ചെളിയിൽ പുതഞ്ഞുപോയ മനുഷ്യൻ, കഴുത്തോളം ചെളിയിൽ പൂണ്ടു നിൽക്കുന്ന മനുഷ്യൻ്റെ വിവരം റിപ്പോർട്ടർ ടിവിയും ഒപ്പം തന്നെ അവിടുത്തെ പഞ്ചായത്ത് അംഗം രാഘവനുമാണ് പുറം ലോകത്തെ എത്തിച്ചത്. തീർച്ചയായും നിങ്ങളുടെ ആ പ്രതികരണത്തിന് ഫലം കാണാൻ പോകുന്നു ശ്രീ രാഘവൻ. ദീപക് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു. ദീപക്, നമ്മൾ ഇപ്പോൾ രാഘവൻ നമുക്ക് നൽകിയ സൂചന അനുസരിച്ച് ചെളിയിൽ പൂണ്ട് കിടന്നയാളെ ആ ദൃശ്യം ഒരിക്കൽ കൂടി നമുക്ക് കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് നമുക്ക് ബോധ്യപ്പെടുത്താം. ചെളിയിൽ പൂണ്ട് കിടന്നയാളെ ഇപ്പോൾ രക്ഷിക്കാനുള്ള ശ്രമം അവസാന ഘട്ടത്തിലാണ്. അരുൺകുമാർ, ഇപ്പോൾ ഈ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന ആളുടെ അടുത്തേക്ക് NDRFന് എത്താൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 20 മീറ്റർ അകലത്തിൽ മാത്രം ഒരു വലിയ പാറയ്ക്ക് മുകളിലാണ് ഒരു 5 അംഗ സംഘം ഇപ്പോൾ നിലകൊള്ളുന്നത്. അവർ ആ ഭാഗത്തു നിന്ന് ഈ ചെളിയിൽ പൂണ്ട ആളുടെ അടുത്തേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. മാത്രമല്ല, എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന ആളുടെ സമീപത്തായി ഒരു പാറയുടെ മുകളിൽ 2 ചെറിയ കുട്ടികൾ നിൽക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാം. അവരും ഈ ഉരുൾപൊട്ടലിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ ബാധിച്ച ആളുകളാണ്. പക്ഷേ അവർ രണ്ട് കുട്ടികളും ഇപ്പോൾ ആ പാറയുടെ മുകളിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ള രീതിയിൽ അഭ്യർത്ഥനകൾ നടത്തുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. രണ്ട് കുട്ടികളുണ്ടോ അതിൽ? 2 കുട്ടികളാണ് ഇപ്പോൾ ഈ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന മനുഷ്യന്റെ സമീപത്തായി ഒരു പാറയുണ്ട്. ആ പാറയ്ക്ക് മുകളിൽ ഒരു 12-13 വയസ്സ് പ്രായം മാത്രം തോന്നുന്ന രീതിയിലുള്ള 2 കുട്ടികളുടെ വിദൂര ദൃശ്യമാണ് ഇപ്പോൾ നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് മൊത്തം 3 പേരെ രക്ഷിക്കണം. നേരത്തെ രാഘവൻ പറഞ്ഞതുപോലെ ചെളിയിൽ കിടക്കുന്ന ഒരാൾ, അതിനോട് തൊട്ടപ്പുറത്തുള്ള പാറയുടെ പുറത്ത് നിൽക്കുന്ന 2 കുട്ടികൾ, അവരുടെ അടുത്തേക്ക് 20 മീറ്റർ അകലത്തിൽ നമ്മുടെ രക്ഷാദൗത്യ സംഘം എത്തിയിട്ടുണ്ടല്ലേ? അതെ, ഇപ്പോൾ നിലവിൽ ഈ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന ആളുടെ സമീപത്തായിട്ടുള്ള ഒരു വലിയ പാറയ്ക്ക് മുകളിലാണ് 5 അംഗ NDRF സംഘവും ദൗത്യ രക്ഷാപ്രവർത്തനത്തിലുള്ള ആളുകളും എത്തിയിട്ടുള്ളത്. സമീപത്ത് തന്നെ മറ്റാളുകളും NDRFന്റെ അംഗങ്ങൾ ആ ഭാഗത്തുണ്ട്. പക്ഷേ അങ്ങോട്ടേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് വലിയ രീതിയിൽ ചളി വന്ന് അടിഞ്ഞതുകൊണ്ട് ഇറങ്ങുന്നത് ഒരു പക്ഷേ ശ്രമകരമായിരിക്കും. അതുകൊണ്ട് ഒരു കയർ കെട്ടി ഒരു പൈപ്പ് ഉപയോഗിച്ച് അങ്ങോട്ട് ഇറങ്ങാനുള്ള ശ്രമങ്ങൾ അവർ നേരത്തെ നടത്തുന്നുണ്ട്. അതിനായിട്ടുള്ള കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് കരയിൽ നിന്ന് NDRFന്റെ ആളുകളും ഒപ്പം ഫയർഫോഴ്സിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്തേക്ക് ഇറങ്ങി അയാൾ ആ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന ആളെ രക്ഷിക്കണം. അതോടൊപ്പം സമീപത്തായുള്ള ഒരു പാറപ്പുറത്ത് 2 കുട്ടികൾ നിൽക്കുന്നുണ്ട്. ആ കുട്ടികളെയും രക്ഷിക്കണം. അതിന് തൊട്ട് മുകളിലായിട്ടാണ് ഏകദേശം ഒരു 300 മീറ്റർ അകലത്തിലായാണ് ഈ മുണ്ടക്കൈ സ്കൂൾ ഉള്ളത്. മുണ്ടക്കൈ സ്കൂളിലും നേരത്തെ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി വിവരമുണ്ട്. ആ ഭാഗത്തേക്ക് എത്തുവാനുള്ള NDRFന്റെ മറ്റൊരു സംഘം സമീപത്തെ ഈ മലയിടിഞ്ഞ ഉരുൾപൊട്ടലുണ്ടായ വലിയ മൺകൂനയ്ക്ക് സമീപത്തോടുകൂടി ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുകൾ ഭാഗത്തായാണ് ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച മദ്രസ എന്ന് പറയുന്ന പ്രദേശം. ഇപ്പോൾ ഈ ഭാഗത്ത് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം, അതായത് ഈ കുത്തിയൊഴുക്കുള്ള നദിയെ കുറുകെ എളുപ്പത്തിൽ കടക്കുവാനായി വലിയ ഒരു തടി മരം കൊണ്ടുപോയി നദിക്ക് കുറുകെ ഇടാനാണ് ഇപ്പോൾ. അതായത് ഇപ്പോൾ ഈ മനുഷ്യൻ റിപ്പോർട്ടർ ടിവിയിലൂടെ പുറത്തുവിട്ടിരിക്കുന്ന ഈ മനുഷ്യന്റെ ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് ഈ പുഴയുടെ മധ്യത്തിലാണോ ഇതുള്ളത്? അതല്ല അതൊരു പ്രദേശമാണോ? ആ പ്രദേശം പുഴയായി മാറിയതാണോ?
അരുൺകുമാർ, ഇവിടെ ഒരു ചെറിയ രണ്ട് നദികളാണ് ഉണ്ടായിരുന്നത്. ഈ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടം. ആ ഭാഗത്ത് നിന്ന് തുടങ്ങിയ ചെറിയൊരു നദിയും മാത്രമല്ല ഈ ചൂരൽമല ഭാഗത്ത്, അതായത് ഈ വെള്ളാർമല സ്കൂളിന് സമീപത്തോടെ ഒഴുകിപ്പോകുന്ന മറ്റൊരു നദിയും ചെറിയ രണ്ട് നദികളായിരുന്നു. പക്ഷെ ഇന്നലെ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് ഈ മുണ്ടക്കൈ, മേലെ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ളത്. അതായത് നേരത്തെ നമ്മളോട് സംസാരിച്ച അബ്ദുൾ റസാഖ് ഉൾപ്പെടെയുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമായ ഈ മദ്രസ ഉൾപ്പെടെയുള്ള പ്രദേശമാണ് പുഞ്ചിരിമട്ടം, അതുപോലെ തന്നെ മേൽമുണ്ടക്കൈ എന്ന് പറയുന്ന ഭാഗം. നമുക്ക് ഇനി ആ രക്ഷാപ്രവർത്തനത്തിന് മാത്രം വിവരം തൽക്കാലത്തേക്ക് കൊടുക്കാം. അതായത് ഈ ചെളിയിൽ പൂണ്ടിരിക്കുന്നയാളെയും ഒപ്പമുള്ള രണ്ട് കുട്ടികളെയും രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ദീപക് അവിടുന്ന് കാണുന്ന കാഴ്ചകൾ എന്താണ്? ഇപ്പോൾ കുറച്ചുകൂടി അടുത്തേക്ക് ഈ മനുഷ്യന്റെ അടുത്തേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 6 മണിക്കൂറായി അദ്ദേഹം ഈ ചെളിയിൽ പൂണ്ട് കിടക്കുന്നു. അവിടുത്തെ പഞ്ചായത്ത് അംഗം രാഘവൻ നമുക്ക് നൽകിയ ദൃശ്യങ്ങളും വാർത്തയും അനുസരിച്ച് രക്ഷാദൗത്യത്തെ ദീപക് കൂടി അവിടേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് ആ മനുഷ്യന്റെ ശരീരം ഇപ്പോഴും ചലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? അത്തരത്തിൽ തന്നെയാണ് അരുൺകുമാർ. നേരത്തെ ആദ്യം അദ്ദേഹം ചളിയിൽ പൂണ്ട് കിടക്കുന്ന സമയത്ത് 2 കൈകൾ ഉയർത്തി സഹായം അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനിടെ അദ്ദേഹം കുഴഞ്ഞ് പുറകിലേക്ക് കിടക്കുന്ന ദൃശ്യങ്ങളും വന്നു. അല്പസമയത്തിന് ശേഷമാണ് തൊട്ടടുത്ത പാറയിൽ മറ്റ് 2 കുട്ടികൾ നിൽക്കുന്ന ദൃശ്യങ്ങളും വന്നത്. ഇപ്പോൾ അതിനോട് ചേർന്ന് ഏകദേശം ഒരു 20-25 മീറ്റർ അകലത്തിൽ മാത്രമായാണ് ഈ രക്ഷാ സംഘം. അവരുടെ കയ്യിൽ റോപ്പുകളും അവരുടെ കയ്യിൽ കയറുകളും മറ്റ് സംവിധാനങ്ങളും ഉണ്ടല്ലോ അല്ലേ? ഇവിടെ ആദ്യം കരയിൽ നിന്ന് ഈ ഗതിമാറി ഒഴുകിയ കുത്തനെ ഈ കുതിച്ചെത്തി ഒഴുകുന്ന ഈ നദി കുറുകെ കടക്കാൻ വേണ്ടി NDRFും ഒപ്പം മറ്റ് രക്ഷാദൗത്യത്തിൽ ഉൾപ്പെടുന്ന ആളുകളും ഈ ഭാഗത്ത് ആദ്യം കയറും മറ്റ് പൈപ്പും ഉപയോഗിച്ച് ആ ഭാഗത്തേക്ക് എത്തി. അവിടെ എത്തിയതിനു ശേഷമാണ് അവിടുത്തെ ഒരു ഭീകരത മനസ്സിലാകുന്നത്. കാരണം ഈ മുണ്ടക്കൈ മലയുടെ ഭാഗത്തു നിന്ന്, അതായത് ഈ പ്രദേശത്താണ് ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രഭവ കേന്ദ്രം. ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളതും. ഏകദേശം 100ഓളം വീടുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശം. ആ ഭാഗം കണ്ടു കഴിഞ്ഞാൽ വീടുകളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തന്നെ തോന്നാത്ത രീതിയിൽ തുടച്ചു മാറ്റിപ്പോയി എന്നുള്ള രീതിയിൽ തന്നെ പറയാം. ഇപ്പോൾ ഏതായാലും ഈ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന ആളുടെ അടുത്തേക്ക് എത്തിക്കാൻ ഫയർഫോഴ്സ് ഒരു കോണി ഈ രക്ഷാദൗത്യ സംഘത്തിന്, NDRF സംഘത്തിന് അടുത്തേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നു ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് കൊടുക്കാം. ദൃശ്യങ്ങൾ പകർത്തിക്കൊള്ളൂ, ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യം മുണ്ടക്കൈ സ്കൂളിന് താഴെ ഉള്ള 2 നദികൾ ഒഴുകുന്ന ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോയ ഒരു ചെളിയിൽ പൂണ്ട് 6 മണിക്കൂറായി സഹായത്തിനായി നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് തൊട്ടടുത്തൊരു പാറമേൽ 2 കുട്ടികളുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അവിടെ നിന്ന് പഞ്ചായത്ത് അംഗം ശ്രീ രാഘവൻ നമുക്ക് നൽകിയിരിക്കുന്ന ദൃശ്യങ്ങളാണ്. ശ്രീ രാഘവൻ നൽകിയ ദൃശ്യങ്ങൾ. അദ്ദേഹമാണ് ഈ വിവരം പുറം ലോകത്തെ അറിയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ ഒരു മനുഷ്യൻ സഹായത്തിനായി വിളിച്ചു കൂവുന്നു, പക്ഷേ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല, തങ്ങൾക്ക് ഇറക്കാൻ കഴിയുന്നില്ല എന്ന് നിസ്സഹായതയോടുകൂടി കരഞ്ഞുകൊണ്ടാണ് രാഘവൻ നമ്മളെ വിളിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ഫയർഫോഴ്സിൻ്റെയും റെസ്ക്യൂ മിഷൻ്റെയും ആളുകൾ എത്തുന്നു. ആ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നു, തിരികെ ജീവനോടെ പിടിക്കാൻ സാധിക്കുന്നു എന്നത് ആശ്വാസകരമായൊരു വാർത്തയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുറച്ചധികം മനുഷ്യരെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിച്ചു. ഈ ചെളിയിൽ പൂണ്ട് കഴുത്തോളം ചെളിയിൽ പൂണ്ട് നിൽക്കുന്ന മനുഷ്യനെ കൂടി രക്ഷിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇപ്പോൾ